ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട ഒരു കിടിലം പടമാണ് ട്രോൺ ഏരിസ്. ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ തന്നെ ഈ ഒരു സിനിമയെ പറയാൻ പറ്റും. പക്ഷേ നിങ്ങളിൽ എത്ര പേര് ട്രോൺ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയെ പറ്റി കേട്ടിട്ടുണ്ട്? ഫ്രാഞ്ചൈസി അല്ല, ഇതൊരു സാഗ തന്നെയാണ്. കാരണം ഇതിനകത്ത് സിനിമയുണ്ട്, സീരീസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഗ്രാഫിക് നോവൽ ഉണ്ട്, അങ്ങനെ ഒരു വലിയ സംഭവമാണ്. പക്ഷേ എത്ര പേര് ഈ ഒരു ഫ്രാഞ്ചൈസിക്കകത്തുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്? നമ്മുടെ മലയാളികൾക്കിടയിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു ട്രോൺ ഫ്രാഞ്ചൈസി. പക്ഷേ കണ്ടിരിക്കേണ്ട ഒരു മാരക സയൻസ് ഫിക്ഷൻ ഐറ്റമാണ്. അങ്ങ് 1982 തുടങ്ങി ഇന്ന് 2025 വരെ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് പലതരത്തിലുള്ള കണ്ടന്റ്സ് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിറങ്ങിയ ട്രോൺ ഏരിസ് എന്ന് പറയുന്ന സിനിമ കാണണമെന്നുണ്ടെങ്കിൽ 1982 ഇറങ്ങിയ ട്രോണും അതുപോലെ തന്നെ 2010 ഇറങ്ങിയ ട്രോൺ ലെഗസിയും കണ്ടാൽ മതി. ആകെ 2 സിനിമകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ മൂവി ആയിട്ടുള്ള ട്രോൺ ഏരിസ് കാണാൻ പറ്റും. ഇനി ഈ 2 സിനിമകൾ കാണാണ്ട് ഇന്നിറങ്ങിയ ഒരു സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം ഇതൊരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു വേൾഡുമായിട്ട് അല്ലെങ്കിൽ ഇവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച വേൾഡ് ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 100% എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് മൂവീസ് കണ്ടാലേ പറ്റത്തുള്ളൂ. ഇപ്പം 1982 ഇറങ്ങിയ ട്രോൺ എന്ന് പറയുന്ന സിനിമ അത്ര വലിയ സംഭവമൊന്നുമല്ല. അതായത് എന്നെ സംബന്ധിച്ച് അതിൻ്റെ വിഷ്വൽസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ലൈൻ ആയിക്കൊള്ളട്ടെ അത്ര ഗുമ്മൊന്നും അല്ലായിരുന്നു. പിന്നെ ബാക്കി ഈ ഒരു 2010 ഇറങ്ങിയ സിനിമയും ഇന്ന് ഇറങ്ങിയ സിനിമയും കാണണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ഇറങ്ങിയ ട്രോൺ ലെഗസി എന്ന് പറയുന്ന സിനിമ അന്യായമാണ്. അതായത് എനിക്ക് ട്രോൺ ലെഗസി ഭയങ്കരധികം ഇഷ്ടമുള്ള ഭയങ്കര ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു ഫിലിമാണ്. ഭയങ്കര യൂണീക്കാണ്. അതായത് ഇതിൻ്റെ വിഷ്വൽ സൈഡ് ആയിക്കൊള്ളട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അതിനെന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഫീലിംഗ്, അതായത് ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിടുവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1982 ഇറങ്ങിയ സിനിമ കണ്ടാലേ പറ്റത്തുള്ളൂ. ഇപ്പം സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിലെ 1980s ഇറങ്ങിയ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇറങ്ങിപ്പോകുന്ന അതായത് 2000 ഇറങ്ങിയ സിനിമകളൊക്കെ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു സെയിം പരിപാടി തന്നെയാണ്. ക്യാരക്ടേഴ്സുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. ഇപ്പം 1982 സിനിമയിലെ പല ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇങ്ങനെ 2025 ഇറങ്ങിയ സിനിമയ്ക്കകത്തും കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്നൊരു വേൾഡാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീവിയസ് മൂവീസ് കാണണമെന്ന്. അപ്പോൾ ഈ ഒരു വേൾഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രോൺ ഏരിസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രീവിയസ് മൂവീസ് ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ, ഇതിൻ്റെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് തന്നെ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ഒരുപാട് സംഗതികൾ, പല സോഫ്റ്റ്വെയർസ്, ഹാർഡ്വെയർസ്, അങ്ങനെ പല സംഭവങ്ങളെ കാണാൻ പറ്റും. വൈറസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു ടെക്നോളജിക്കലി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ടല്ലോ. അപ്പോൾ അന്തകാലത്തിൽ 1982 ഇന്ന ടേംസ് ഒക്കെ ഒരു ഭയങ്കര സംഭവമായി കാണുമായിരിക്കും. അതായത് അന്നത്തെ ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ പല വേർഡ്സ് വെച്ചുകൊണ്ട് തന്നെ ഇപ്പം റോം അല്ലെങ്കിൽ ഈ ഒരു പല സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസ്, ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ടാണ് ട്രോൺ 1982 പടച്ചു വിട്ടത്. അപ്പം അങ്ങനെ വളരെ ഗംഭീരമായിട്ട് അതിനകത്ത് എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചേക്കുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിലെ ചിന്താഗതികൾ വെച്ചുകൊണ്ട് അവരൊരു ഫ്രാഞ്ചൈസി തുടങ്ങി, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എന്നല്ല, ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അതിനെ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതിനകത്തുള്ള എസൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് 2010 ട്രോൺ ലെഗസി എന്ന് പറഞ്ഞിട്ട് ജോസഫ് കൊസിൻസ്കി ഒരു കിട്ടിലം പടം ഇറക്കി വിടുന്നത്. അപ്പം ആ ഒരു വേൾഡും ഏകദേശം ഇതുപോലെ തന്നെ പല ടേംസും, അതായത് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന പല ടേംസിനെയും വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ ഒരു സംഭവം ഹാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഹാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് സ്ക്രീനിനകത്തൂടെ എഴുതി കാണിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ആ ഒരു പ്ലേസിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ അവിടെയുള്ള പല സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മൾ കടത്തിവിടുന്ന ആ ഒരു വൈറസ്, അത് ചെയ്യുന്ന പരിപാടികൾ ഒരു മനുഷ്യരൂപത്തിൽ, ഇപ്പോൾ അവിടെ ഒരു മനുഷ്യന്മാരായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിലുള്ള ആൾക്കാരാണ് വൈറസസ് ആയിട്ട് നുഴഞ്ഞു കയറി അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഇടിച്ചു മറിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതാണ് ആക്ച്വലി ട്രോൺ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്ന സമയത്ത് അവിടെ ശരിക്കും നമ്മളിവിടെ ഗെയിംസ് കളിക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഗെയിം കളിക്കുന്നു. അവിടുത്തെ ആ ഒരു ചുറ്റുപാട് വെച്ചുകൊണ്ട് ഗെയിം, ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ അവർ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ വേൾഡിന് അതിൻ്റേതായിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ട്, ഒരു നമ്മുടെ ലോകം പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ലോകം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? അതാണ് ആക്ച്വലി ട്രോൺ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവത്തിന് അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രോൺ ആയിക്കൊള്ളട്ടെ, ട്രോൺ ലെഗസി ആയിക്കൊള്ളട്ടെ, ഇന്നിറങ്ങിയ ട്രോൺ ഏരിസ് ഒക്കെ ആയിക്കൊള്ളട്ടെ വരുന്നത്. അപ്പോൾ ട്രോൺ ഏരിസ് എന്ന് പറയുന്ന സിനിമ, ഇന്നിറങ്ങിയ മൂവി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവത്തിനെ നല്ലപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ വേൾഡിലുള്ള സോൾജിയേഴ്സിനെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പല സംഭവങ്ങളെയും നമ്മളുടെ ഒരു വേൾഡിലോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ പ്രീവിയസ് 2 മൂവീസ് എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ്
ചെയ്യുന്നത് ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന സ്റ്റോറിയാണ്. പക്ഷേ തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ട്രോൺ എയറിസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ വേൾഡിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ നമ്മുടെ വേൾഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവരുടെ പല സംഭവങ്ങൾ, അതായത് ബൈക്സ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പല മെഷീൻസ് ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പം ഇതിനകത്തെ മെയിൻ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രോൺ എയറിസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ മെയിൻ ക്യാരക്ടറാണ് എയറിസ്. എയറിസ് ഒരു സൂപ്പർ സോൾജർ ആണ്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രൂപത്തിലുള്ള ഒരു സൂപ്പർ സോൾജർ. അപ്പോൾ പുള്ളിക്കാരന് ഒരു മാൾ ഫംഗ്ഷൻ ഉണ്ടാവുകയാണ്. ഈ മാൾ ഫംഗ്ഷൻ കാരണം ഇങ്ങേർക്ക് പലതരത്തിലുള്ള ഫീലിങ്സ് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം സിമ്പതി ആയിക്കോട്ടെ, എമ്പതി ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സും എന്തൊക്കെയോ ഒരു പ്രത്യേക ഫീലിങ്സ് ആൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാൾ ഫംഗ്ഷൻ കാരണം എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ പുള്ളിക്ക് കൊടുക്കുന്ന കമാൻഡ്സ് ഒക്കെ എങ്ങനെയാണ് പുള്ളി ഈ ഒരു ഇമോഷൻസ് കാരണം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. വളരെ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ്ലി ഇറങ്ങിയിട്ടുള്ള 2 സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ട്രോൺ എയറിസ് തന്നെയാണ്. കാരണം ഇതിന് വിഷ്വൽ സൈഡ് ഒരു രക്ഷയില്ല. വിഷ്വൽസ് കാണാൻ വേണ്ടി തന്നെ ഒരു സിനിമയ്ക്ക് കയറാം. അതായത് ഈ ഒരു ട്രോൺ എന്ന് പറയുന്ന സിനിമ ഫ്രാഞ്ചൈസിക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളർ ഗ്രേഡിങ്, ടോണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര യൂണീക്കാണ്. ഇപ്പോൾ ബൈക്ക് പോകുന്ന സീക്വൻസിനകത്ത് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോകുന്നൊരു സാധനം ഉണ്ട്, ലേസർ പോലത്തെ സാധനം. ഈ ലേസർ പോലത്തെ കുറേ, അതായത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലേസർ പോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ തോന്നും. അതായത് ഒരു വിഷ്വൽ സൈഡ് കാണാൻ നമുക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റ് തോന്നും. ഈ കാരണം കൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമ്മളിങ്ങനെ കൊള്ളാം എന്നും പറഞ്ഞ് നമ്മളെങ്ങനെ ഇരുന്ന് കണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരധികം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സെയിം സംഭവം തന്നെ ട്രോൺ ലെഗസിക്കകത്തുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു സിനിമയോട് എന്തോ ഒരു വലിയ താല്പര്യം തോന്നിയത്. അപ്പം സെയിം പരിപാടി ഇവിടെയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കാരണം ട്രോൺ ലെഗസിക്കകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എന്ന് പറയുന്നത് അന്യായമാണ്. അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക സാധനമാണ്. അതായത് എങ്ങനെ ഇപ്പോൾ ഇലക്ട്രോണിക് ഫംഗോ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു സാധനമാണത്. അപ്പോൾ ആ ഒരു എക്സാക്ട് ഫീലിംഗ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടത്തില്ല. ഇവർ കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതിക്കാണ് പരിപാടി അവതരിപ്പിക്കാൻ നോക്കിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും സംഭവം കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലി ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീഷേ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സയൻസ് ഫിക്ഷൻ ആക്ഷൻ മൂവീസിനകത്ത് കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ലൈൻ തന്നെയാണ്. അപ്പോൾ അത് വലിയ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്റ്റോറി ലൈനെ പോലും തങ്ങളുടെ ആ ഒരു സിനിമയുടെ വിഷ്വൽസ് കൊണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സിക്യൂഷൻസ് കൊണ്ടും പിടിച്ചിരുത്തി നമ്മളെ കാണിപ്പിക്കാൻ പറ്റിയ ആ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു തലയുണ്ടല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ പിന്നി പ്രവർത്തിച്ചവരുടെ ആ ഒരു തലയുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കൈയടി കൊടുക്കേണ്ടത്. എനിക്ക് ഈ വർഷം കിട്ടിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു ട്രോൺ ഏരിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് യൂണീക്ക് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ മൂവീസിനോടൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം 1982 ഇറങ്ങിയ ട്രോണിൻ്റെ ആദ്യത്തെ സിനിമ കാണുക. കുറച്ച് മടുപ്പ് കാണും, പക്ഷേ ഒന്ന് സ്കിപ്പ് അടിച്ചാണെങ്കിലും കണ്ടാൽ മതി. ഏകദേശം ക്യാരക്ടേഴ്സിനെ പറ്റി, അതിനകത്ത് നടക്കുന്ന സ്റ്റോറി ലൈനെ പറ്റി, കാരണം അതിനകത്തെ പല കമ്പനീസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ ആ ഒരു റെലവൻസ് നമുക്ക് പിന്നീടുള്ള സിനിമകളിനകത്ത് കാണാൻ പറ്റും. അത് കണ്ടേ പറ്റത്തുള്ളൂ. എങ്ങനെയും ഇത് കണ്ടു കഴിഞ്ഞാൽ ട്രോൺ ലെഗസി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നൽകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നിങ്ങൾക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് സയൻസ് ഫിക്ഷനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടിയിരിക്കും. ആൻഡ് ഇന്നിറങ്ങിയ സിനിമ കൊള്ളാം. അപ്പം ട്രോൺ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ട്രോൺ ഫ്രാഞ്ചൈസി നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട്, ഇതിൻ്റെ സീരീസ് ഇപ്പോൾ ട്രോൺ അപ്രൈസിംഗ് എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.